ഇന്ന് നല്ല കൊഴുവമീൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ നെത്തോലി. ഇത് നമുക്ക് നല്ല കൊടംപുളി ഇട്ട് തേങ്ങ അരച്ച് വയ്ക്കാം. അതിനാദ്യം 2 വലിയ കൊടംപുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ചട്ടി വെച്ചു, കുറച്ച് ചുവന്നുള്ളി ഇട്ടു, ഇഞ്ചി ചതച്ചിട്ടു, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കൊടംപുളി അടക്കം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 കഷ്ണം മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഴുവമീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അരമുറി തേങ്ങ ചിരവി അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളച്ച് മീനെല്ലാം വെന്ത് കുറുകി വരുമ്പോൾ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് കാച്ചി നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല കൊടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച നെത്തോലിക്കറി റെഡിയായി കിട്ടും. ട്രൈ ചെയ്ത് നോക്കണേ.